ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ ജാമാണ്. അപ്പോൾ വളരെ ഈസിയായി നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ ജാം തയ്യാറാക്കാം നോക്കാം. അതിന് വേണ്ടിയിതാ ഞാനൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളമില്ലാതെ അരച്ചെടുക്കണം കേട്ടോ. വെള്ളമൊന്നും ചേർക്കരുത്. ഇനി അരപ്പ് ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്ത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് പഞ്ചസാര ചേർക്കണം. ഇനി ഇതിലേക്ക് ചേർക്കുന്ന പഞ്ചസാരയുടെ ഒരു അളവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പൈനാപ്പിൾ അരച്ചിട്ട് എത്രയാണോ കിട്ടിയിട്ടുള്ളത് അത്ര തന്നെ പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടതുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയാണ്. കറുവപ്പട്ട ഒരു 3 ഇഞ്ച് വലുപ്പത്തിലുള്ള ചെറിയ കഷ്ണം കറുവപ്പട്ട ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കുറച്ച് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ അരമുറി ചെറുനാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലൊന്ന് കുറുക്കിയെടുക്കുക. ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നല്ല കുറുകി വരുന്ന സമയത്ത് ഇതൊന്നിങ്ങനെ ബബിൾസ് ഇങ്ങനെ പൊട്ടി തെറിക്കും എന്ന ഒരു ടൈമുണ്ട്. ആ സമയത്ത് വേണം കേട്ടോ തീ ഓഫ് ചെയ്യാൻ. അതാണ് അതിൻ്റെ ഒരു പാകം. ഇതിൽ നിന്ന് നമുക്ക് ആ പട്ട എടുത്തു മാറ്റണം. ഇത്രയേ ഉള്ളൂ. അതിലെ ജാമൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. പൈസ കൊടുത്തൊന്നും കടയിൽ നിന്നൊന്നും ജാമ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.